നമുക്ക് ഇന്ന് ആലപ്പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വരാം. നിങ്ങൾ നോക്കുമ്പോൾ ദൂരെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നതാണല്ലോ. നിങ്ങൾ ചോദിക്കുക നമ്മളിന്ന് ഹൗസ് ബോട്ടാണെന്ന്. ഒരിക്കലുമില്ല. ഇന്നൊരു ചെറിയ വള്ളം എടുത്ത് ഉൾഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. എന്ത് ഭംഗിയില്ലേ ആ ഹൗസ് ബോട്ട് ഇങ്ങനെ പച്ചപ്പിലിങ്ങനെ പോകുന്ന കാണാൻ. നല്ല ചെറിയ പാലത്തിലൂടെ ഇങ്ങനെ കയറി ഒരു വലിയ പാലമുണ്ട് ഇങ്ങനെ കയറി വരുമ്പോൾ. ആ പാലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ എവിടെ ചെന്നാലും അങ്ങനെയുള്ള പാലങ്ങൾ ഇങ്ങനെ കുറുക്കെ കാണാം. ആണ്ടാ എന്ത് ഭംഗിയല്ലയോ. അല്ല ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുന്നതാണ് ഒരു രസമുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ വെള്ളത്തിലോട്ട് കയറി ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ആമ്പൽ നല്ല പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞില്ല, മൊട്ടായിട്ടേക്കുന്ന കേട്ടോ. നമ്മൾ നല്ല ഭംഗിയുണ്ട്. ഒരു കൊക്കേ ഉള്ളൂ. ആമ്പൽ കൊക്ക് കണ്ടായിരുന്ന ഒരു രസമായിരുന്നു ഇങ്ങനെ പറന്ന് പോകുന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടിരിക്കുമ്പോഴേ ഒരു ചേട്ടൻ കുളിക്കാനുള്ള പരിപാടിയൊക്കെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് ഇവിടെ ചെയ്യും. നല്ല ഭംഗിയാണ് ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക്. എന്താ ഒരു പടം വരയ്ക്കാനുള്ളൊരു മൂഡാണ് ആ വ്യൂ കാണുമ്പോൾ തന്നെ. അവിടെ ഒരു അലക്കൊക്കെ കിടക്കുന്നുണ്ട്. രണ്ട് ചേട്ടന്മാരിങ്ങനെ കൂട്ടിൽ പോകുന്നുണ്ട്. എന്താ രസം. വേറൊരു വെള്ളം എന്താ പ്രത്യേക സുഖമല്ലേ ഇങ്ങനെ യാത്രകൾ ചെയ്യാൻ. വെറുതെ വീട്ടിലിരിക്കുമ്പം വെറുതെ വണ്ടി എടുത്തുനിന്ന് യാത്ര പോകുന്നതൊക്കെ നല്ലതാണ്. ഒരു റിലാക്സ്. എൻ്റെ സ്കൂളാണെന്ന് തോന്നുന്നു. അവിടെ ചേച്ചി ആ തുണിയൊക്കെ അലക്കിയിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ടിരിക്കുന്നു. ഹായൊക്കെ കാണിച്ച് അടുത്ത എന്ത് രസമല്ലേ. ഇവിടെയൊക്കെയാണ് നല്ല രസമുണ്ട്. കാലിൻ്റെ തീരം ആൾക്കാർ ചെറിയ വെള്ളത്തിലായ ബോഡി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് ഭംഗി കാണാൻ. ആ പൂവാണ് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു വ്യൂ കാണുമ്പോഴത്തേക്ക് നമ്മളെ മോഹൻലാലിൻ്റെ പടം ഉണ്ടല്ലോ, പടത്തിലെ പാട്ട് നമുക്ക് ഓർമ്മ വരുന്നു. ഏത് പാട്ടാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യേ, മറക്കല്ലേ. താറാക്കൂട്ടങ്ങളിങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യം പോലെ താറാവുകളാണ്. നല്ല രസമുണ്ട് വരി വരിയായിട്ട് വരുന്നത് കാണാൻ തന്നെ. എന്തല്ലേ ഭംഗി. ഒത്തൊരുമ. നല്ല രസമാണ്. നിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ഭംഗി. അവിടെ ചേട്ടൻ ഇങ്ങനെ അതിനെ കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ. ഒരെണ്ണം മാറി അകത്തോട്ട് കയറിയിട്ട് അതിനടിച്ച് പുറത്തോട്ട് എടുക്കുക. കൂട്ടം തെറ്റിപ്പോയതാ. തിരിച്ചാക്കി. അപ്പം വീണ്ടും ബോട്ട്. എന്താ പറയുക,
സൂര്യാസ്തമയമായി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ വ്യൂ കാണാൻ, അസ്തമയ വ്യൂ. ശരിക്കും ആ സൂര്യ അസ്തമയത്തിന് ആ ഒരു ഗ്യാപ്പിൽ ആ സൂര്യാസ്തമയം വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ലൊരു വ്യൂ കിട്ടിയിരുന്നു. തീരെ ഭംഗി തന്നെ ഉണ്ടായിരുന്നു. എന്ത് പറയാനാ, എന്നാലും ഭംഗിയുണ്ട്. ആ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ അസ്തമയത്തിൻ്റെ ഭംഗി നല്ല കാണാൻ ഭയങ്കര രസമുണ്ട്. എന്തായാലും തെങ്ങിൻ്റെ നെല്ലൊക്കെ ഉണ്ട്. ബോട്ട് കാണുന്നുണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻലാലിൻ്റെ പാട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്ര ഒരു കമൻ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലാലേട്ടൻ്റെ ആ പാട്ട് ഏതാണെന്നുള്ളത് കമൻ്റ് ഇടുക. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.